അങ്ങനെ പനിയൊക്കെ മാറി തുടങ്ങി വരുന്നു കേട്ടോ. പക്ഷേ ഇതുവരെ എൻ്റെ ശബ്ദം എനിക്ക് തിരിച്ച് കിട്ടിയിട്ടില്ലേ. 2, 3 ദിവസമായി വീടിന് പുറകിലേക്കൊക്കെ ഒന്ന് വന്ന് നോക്കിയിട്ട്. എന്നാൽ പിന്നെ ഒന്ന് നോക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ദേ നോക്കി വന്നപ്പോഴാണ് കപ്പങ്ങ 2 പഴുത്ത് നിൽക്കുന്നത് കണ്ടത്. എന്നാൽ പിന്നെ അത് കൈയോടെ അങ്ങ് പറിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ബനിയനില്ലേ, രാത്രി ഇട്ട് കിടക്കാൻ എന്ത് സുഖമാണെന്നറിയാമോ. അച്ചച്ചൻ്റെ ബനിയനാണേ. നല്ല ചൂടായിട്ട് ഇട്ട് കിടന്നു കഴിഞ്ഞാൽ കുറേ നാളായിട്ട് അലമാരയിൽ എടുത്തിങ്ങനെ വെച്ചിരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ആവശ്യം വരാഞ്ഞ കാരണം ഇട്ടിട്ടില്ലായിരുന്നേ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എനിക്ക് പനിയൊക്കെ ആയതുകൊണ്ട് ഒരു ചൂടിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങ് എടുത്തിട്ടതാണ് കേട്ടോ. അങ്ങനെ ഒരു കപ്പങ്ങയൊക്കെ ഞാൻ വളരെ സാഹസികമായി കുത്തി ക്യാച്ചൊക്കെ എടുത്തു കേട്ടോ. രണ്ടാമത്തേത് കുത്താൻ നോക്കിയിട്ട് പറ്റുന്നില്ല. പക്ഷേ അത് പാളിപ്പോയി. ക്യാച്ച് എടുക്കാമെന്ന് കരുതി, പക്ഷേ അത് താഴേക്ക് തെറിച്ചു പോയി കേട്ടോ. അങ്ങനെ ഞാൻ കപ്പങ്ങയൊക്കെ എടുത്തത് ബ്രഷൊക്കെ ചെയ്ത് അവിടേക്കൊന്ന് ചുറ്റി നടന്നു. നന്നായിട്ട് വെയിലുറച്ചെങ്കിലും തണുപ്പൊന്നും അങ്ങോട്ട് പോയി തുടങ്ങിയിട്ടില്ല കേട്ടോ. ചെറിയൊരു മഞ്ഞൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ ഞാൻ ദേ കപ്പങ്ങയൊക്കെ എടുത്ത് തിരിച്ച് പോവുകയാണേ. അപ്പോൾ അമ്മക്കുട്ടിക്കാണെങ്കിൽ ഇതുവരെ ഉറക്കം മാറിയില്ല കേട്ടോ. പിള്ളേർക്കൊന്ന് സ്കൂളിൽ പോകണ്ടല്ലോ, അത് കാരണം ഒരുപാട് സമയം കിടന്ന് ഉറങ്ങിയായിരുന്നേ. ഇന്നലെ ആണെങ്കിൽ ഇവരൊക്കെ കരോള് പോയിട്ട് ഒരുപാട് താമസിച്ചിട്ട് വന്ന് ഇവരോട് പോകണമെന്നൊക്കെ കരുതിയിരുന്നതാണ്. പക്ഷേ പനി ആയതുകൊണ്ടും ക്ഷീണം കൂടുതലായതുകൊണ്ടും ഞാൻ പോയില്ലായിരുന്നു. അച്ഛനും പോയില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു ഏലക്കയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് വന്നിരിക്കുന്നതാണ് കേട്ടോ. ദേ അച്ഛൻ ഇന്നത്തെ കലാപരിപാടി എന്ന് പറയുന്നത് മിറ്റം റെഡിയാക്കലാണേ. മിറ്റിലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറിച്ച് കിടക്കുകയാണ് കേട്ടോ. 1, 2 ദിവസത്തേക്ക് കാണും ഈ അടുക്കി പറക്കലൊക്കെ. ഇതിപ്പം 3-ാമത്തെ ദിവസമായി കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ തന്നെയാകുവേ. ഇന്നാണെങ്കിൽ നമുക്ക് വീട്ടിലെ കരോള് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് എന്നോട് പിള്ളേരെന്നോട് കൂടെ ചെല്ലണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെയാവും വൈകുന്നേരത്തെ അവസ്ഥയെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഞാനൊന്ന് ഫ്രഷായിട്ട് വന്ന് അവരുടെ അടുത്ത് ഇരിക്കുകയാണ്. അതിനിടയിൽ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കപ്പങ്ങയൊക്കെ ഒന്ന് ചെത്തി കേട്ടോ. അപ്പം അച്ഛനാണെങ്കിൽ കൂത്താട്ടോളം വരെ പോയേ. കൂടെ ചെല്ലാനായിട്ട് എന്നെ വിളിച്ചതാണ്. പക്ഷേ ഞാൻ പോയില്ല കേട്ടോ. കാരണം അവിടം വരെ യാത്ര ചെയ്ത് പോയി കഴിയുമ്പോഴത്തേക്കിന് പിന്നെ തിരിച്ച് വന്നു കഴിഞ്ഞാൽ എന്താകും അവസ്ഥയെന്ന് എനിക്കറിയില്ല. അപ്പോൾ കപ്പങ്ങ ഒരെണ്ണം പോലും നമ്മൾ കളയില്ല കേട്ടോ കിട്ടിക്കഴിഞ്ഞാൽ. പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കപ്പങ്ങ കഴിക്കാനായിട്ട്. പണ്ടൊക്കെ അമ്മൂസിന് കപ്പങ്ങ ചെത്തി കൊടുത്തു കഴിഞ്ഞാൽ ബ്ലേ എന്നും പറഞ്ഞ് ഓക്കാനിച്ച് കണ്ണൊക്കെ തള്ളി വരുന്ന കാണാമായിരുന്നു. ആളാണ് ഇപ്പോൾ ഇരുന്നത് 2ാമത്തെ കപ്പങ്ങ തിന്നുന്നത് കേട്ടോ. അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് തിന്നാൻ. കാരണം കപ്പങ്ങ എവിടെ കിട്ടിയാലും നമ്മൾ വിടില്ല കേട്ടോ. കറി വെക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം പഴുപ്പിച്ച് തിന്നാനാണേ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണല്ലോ. ദഹനമാണെങ്കിലും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനാണെങ്കിലും വളരെ നല്ലതാണേ. പൊട്ടാസ്യവും വൈറ്റമിൻ സിയും നാരും ഒക്കെ കൂടുതലായിരിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കും വലുതവർക്കും എല്ലാവർക്കും കഴിക്കാം കേട്ടോ. പിന്നെ ചർമ്മത്തിൻ്റെ കാര്യത്തിൽ പറയണ്ടല്ലോ. ആൻറ്റി ഓക്സിഡൻറ്റും വൈറ്റമിൻ സി ഒക്കെ കൂടുതലായതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണേ. കപ്പങ്ങ എവിടെ കിട്ടിയാലും കളയാണ്ട് ഞങ്ങളിങ്ങനെ പഴുപ്പിച്ച് തിന്നും കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മുഖത്തൊക്കെ ഇങ്ങനെ ഫേഷ്യൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഞാനിതൊന്നും ചെയ്യാറില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് തിന്നുന്നത് തന്നെയാണ് ഇഷ്ടം. ഇതൊക്കെ മുഖത്ത് കുഴച്ച് വെക്കുന്ന സമയം കൊണ്ട് തിന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ മക്കളെ. ടാറ്റാ ബൈ ബൈ, സീ യു.